കർത്താവിൻ്റെ ധന്യമേറിയ തിരുനാമത്തിന് ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് വീണ്ടും സഹായിച്ചതിനായി കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ കാട്ടിക്കുളത്ത് ഉള്ളതായിരിക്കുന്ന പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ വീക്കെൻഡ് ചില പ്രാർത്ഥനകൾ അവിടെ ക്രമീകരിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. അവിടെ ആയിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം മുള്ളംകുന്ന് ഉള്ളതായിരിക്കുന്ന പ്രവർത്തനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നു. ഈ നാളുകളിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ദൈവിക ഇടപെടൽ, ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് ആവശ്യമാണ്. ദൈവം ആ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളോട് രാവിലെ വളരെ ചുരുങ്ങിയ കുഞ്ഞുങ്ങളായിരുന്നു, എന്നിരുന്നാലും ഇംഗ്ലീഷ് സർവീസിൽ ഞാൻ അവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ സഭയെക്കുറിച്ച് അറിയാം? നിങ്ങൾ എത്ര പേർ ഇത് നിങ്ങളുടെ സഭയാണെന്ന് വിശ്വസിക്കുന്നു? അതിന് തന്നെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ സഭ ആയതുകൊണ്ടാണ് ഇവിടെ അനേക സഭകളുണ്ടായിട്ടും നമ്മൾ മറ്റെവിടെയും പോകാതെ ഇവിടെ തന്നെ വരുന്നത്, അല്ലേ? നമുക്ക് നമ്മുടേതാണെന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിന്നും ചെറിയ കൂട്ടമാണെങ്കിലും ആൾ കുറവാണെങ്കിലും പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതെൻ്റെ സഭയാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും എന്തില്ല, തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? സ്തോത്രം. നമ്മുടെ സഭയുടെ കടന്ന കാലത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? ഈ സഭ എങ്ങനെയായിരുന്നു? ഇന്ന് പലപ്പോഴും നമ്മൾ പരിതപിക്കാറുണ്ട്, ഇന്ന് പലപ്പോഴും നമ്മൾ പുലമ്പാറുണ്ട്. അയ്യോ, ഞങ്ങളുടെ സഭ നോക്കിയേ, ഒഴിഞ്ഞ കസേരകൾ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ, കഴിഞ്ഞ നാളുകളിൽ വിട്ടുപോയ ജീവിതങ്ങൾ. ചിലപ്പോഴൊക്കെ സ്തോത്രം എന്തൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ തന്നെ അനലൈസ് ചെയ്താൽ മതി, അല്ലേ? സ്തോത്രം. പക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമുക്ക് തിരിഞ്ഞു നോക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നാം എങ്ങനെ ആയിരുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുവാൻ നാം സമയമെടുക്കാറുണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാം ഒരു ചില കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് നാം സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ചില കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ ദൈവപ്രവർത്തികൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ആ നേരിട്ട സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമുക്ക് എങ്ങനെയുള്ളവനായിരുന്നു എന്ന് ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ സഭ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ സഭ എങ്ങനെയായിരുന്നെന്ന് നാം അറിയണം. സ്തോത്രം. സാക്ഷ്യങ്ങൾ ചോദിക്കണം, അനുഭവങ്ങൾ ചോദിച്ചറിയണം, പഠിച്ചറിയണം. സ്തോത്രം. എന്തുകൊണ്ട് നാം ഇന്നിങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം, പ്രിയമുള്ളവരെ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ഇളകിക്കിടക്കുന്ന കല്ലുകളുടെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബലമുള്ള ഒന്നിനെ കെട്ടിപ്പൊക്കാൻ പറ്റും, ബലമുള്ള ഒന്നിനെ കെട്ടിപ്പൊക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതെപ്പോഴും വീണോണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ ചെറിയ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളൊരു കളിയാ ചട്ടി വെച്ചേറെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ചട്ടി കഷ്ണങ്ങളും പരന്ന കല്ല് കഷ്ണങ്ങളും ഒരു 10 എണ്ണമോ 11 എണ്ണമോ ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അതൊന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് അത് ആ 11 എണ്ണം കഴിഞ്ഞ് 2 ടീമായിട്ട് പിരിഞ്ഞ് ഒരു ടീം എന്ത് ചെയ്യും? പന്ത് വെച്ച് ഈ കല്ലിനിട്ട്, ഞങ്ങളുടെ അവിടെ ചട്ടി പോലെയുള്ള സാധനങ്ങൾ വെക്കുന്നതുകൊണ്ട് ചട്ടി വെച്ചേറെന്നാണ് അതിന് പറയുന്നത്. അത് പറഞ്ഞ് ചട്ടിച്ചേറെന്നായി, അങ്ങനെ അറിയുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ അറിയത്തുള്ളൂ. അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എറിഞ്ഞ് വീഴ്ചിട്ട് അടുക്കി തീർക്കുന്നതിന് മുൻപേ പന്ത് ഈ അടുക്കുന്ന ടീമിൽ ഏതവൻ്റെ മേത്തേലും എറിഞ്ഞാൽ അവർ ഔട്ടാ. അപ്പോൾ ഈ ഏറ് കൊള്ളാതിരിക്കാൻ ഓടുന്നതോടൊപ്പം ഇവന്മാരെന്ത് ചെയ്യും? ഒരാൾ ഓടി വന്നിരുന്ന് ഈ കല്ല് അടുക്കി മേളിൽ കൊണ്ടുവരും. നിങ്ങൾ ചിലരൊക്കെങ്കിലും ഈ കളി കണ്ടിട്ടുണ്ടായിരിക്കും. സ്തോത്രം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അടിയിൽ വെക്കുന്ന കല്ല്
അതിൻ്റെ മുകളിൽ വെക്കുന്ന കല്ല് മാക്സിമം ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ 3-4 ഇവർ അതിൻ്റെ പുറത്ത് വെക്കും. 4-മത്തെ വെക്കുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞു വീഴും. സ്തോത്രം. 4-മത്തത് വെക്കുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞ് അതതിൻ്റെ 0 ലെവലിലെത്തും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏറ് കൊണ്ടിട്ടുണ്ടേ അവൻ ഔട്ടാ. ഏറ് കൊണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ഘട്ടം വെക്കാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കളി നിങ്ങളോട് വല്ലതും സംസാരിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? സ്തോത്രം. ഏറ് കൊള്ളാതെ ഇതുവരെ നമ്മൾ നിൽക്കുന്നത് ഒന്നുകൂടെ പണിതെടുക്കുവാൻ, ഒന്നുകൂടെ ഉറപ്പിച്ച് ഒരു കല്ലിന് മുകളിൽ ഒരു കല്ല് കൂടെ ചേർത്ത് വെക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ചാൻസ് ആണെന്ന്, ഒരവസരമാണെന്ന് തിരിച്ചറിഞ്ഞിന്ന് പകൽക്കാലം അതിനൊന്ന് ശരിയായ നിലയിൽ പണിതെടുക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് എവിടെ നിന്ന് പണിയണമെന്ന് അറിയണം. സ്തോത്രം. ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കറിയാം, വലിയ കല്ല്, പരപ്പമുള്ള കല്ല് അവരടിയിൽ വെക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് അതിനേക്കാൾ അല്പം ചെറിയ കല്ലെടുത്ത് വെക്കും. അത് കഴിഞ്ഞ് അതിനേക്കാൾ അല്പം ചെറുത് വെക്കും. അപ്പോൾ അത് നല്ല ലോഡ് ബെയറിങ്ങിൽ ആ ഭാരം താങ്ങുന്നതായിട്ട്, ബാലൻസ് ചെയ്യുന്നതായിട്ട് നിന്ന് അവസാനം പണിതെടുക്കുമ്പോൾ ഒരു പിരമിഡ് പോലെ, സ്തോത്രം, വലുത് ചെറുത് എന്നുള്ള നിലയിൽ മനോഹരമായിരിക്കുന്ന ഒരു സ്റ്റാച്യു പോലെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആ മനോഹരമായ രൂപത്തിൽ അത് നിൽക്കും, അത് നിലനിൽക്കും. സ്തോത്രം. അറിയണം, നമ്മുടെ ചർച്ചിനെ കുറിച്ച് നമുക്കറിയണം. സ്തോത്രം. നമുക്കൊന്ന് മടങ്ങി വരണം. ഈ കാലത്തിൽ എപ്പോഴാണ് ഏറ് കൊള്ളുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഏറ് കൊള്ളുന്നതിന് മുന്നേ ഇത് പണിതുയർത്തുവാൻ, ആമേൻ, സ്തോത്രം, നമുക്ക് ഈ നാളുകളിൽ കഴിയണം. എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന്, സ്തോത്രം, പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും? സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇറ്റ്സ് ടു ലേറ്റ് യെറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഒത്തിരി താമസിച്ചു പോയി, എന്നാലും മുഴുവനായി താമസിച്ചു പോയിട്ടില്ല. സ്തോത്രം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് പണിയുമെന്ന് നിങ്ങൾ കരുതരുത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെ ഒന്നില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പണിയുന്ന പരിപാടിയില്ല. സ്തോത്രം. അങ്ങനെ ഒന്ന് വരുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇവിടെ നമ്മളാരും അല്ലെങ്കിൽ സഭ ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവം സഭയെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പണിയും. സ്തോത്രം. പക്ഷേ അബ്രഹാം പറഞ്ഞതുപോലെ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വെച്ച് പണിയാൻ ദൈവത്തിന് ഇഷ്ടവാദ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവേ, ആ പണിക്ക് ഞാൻ റെഡിയാ. സ്തോത്രം. എന്നെ തരുന്നു ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പണിതെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് അഭിഷേകം ചെയ്തെങ്കിൽ. സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തന ഭാഗം എനിക്ക് നല്ലൊരു ഉത്തരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് വളരെ വ്യക്തിപരമായി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സംസാരങ്ങളാണ്. സ്തോത്രം. ജീവിതത്തിൽ അനുഭവിക്കാറുണ്ടോ പ്രിയമുള്ളവർ ഇതുപോലെ ദൈവം വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സംസാരങ്ങൾ? സ്തോത്രം. വാഞ്ചയുണ്ടോ? നമ്മളിന്ന് പാടിയതുപോലെ കൊതിയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? കൊതിയുണ്ടോ? ചോദ്യം ചോദിക്കുന്നത് നിങ്ങളിൽ നിന്നൊരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. എത്രമാത്രം കൊതിയുണ്ട്? ഒരു ചോക്ലേറ്റ് തിന്നാൻ കൊതിയുള്ളൊരു കൊച്ച് അപ്പനും അമ്മയും അതിനെ കൊണ്ട് എവിടെയെല്ലാം പോയാലും അതാദ്യം ചോദിക്കുന്നത് എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചാ. കടയിൽ പോയാൽ ചോദിക്കും, ഇവിടെ നിന്ന് അടോണി അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഡേ കെയറിലോട്ടാണ് പോകുന്നത്. എങ്ങോട്ടാ? ഡേ കെയറിലോട്ടാണ്. പക്ഷെ ചോദിക്കുന്നത് എന്തുവാ? പോകുന്ന വഴിക്ക് എനിക്കൊരു മുട്ടായി മേടിച്ചു തരാമോ? അതിൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? പോകുന്നത് അപ്പനും അമ്മയും പോകുന്നത്, അവൾ പോകുന്നത് ഡേ കെയറിലോട്ടാണ്, പക്ഷെ അതിൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? എനിക്കൊരു ചോക്ലേറ്റ് വേണം. ഇതാ കൊതി എന്ന് പറയുന്നത്. സ്തോത്രം. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നാലും, ഏത് വഴിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നാലും, നിങ്ങൾക്ക് എന്തിനോടാണോ കൊതിയുള്ളത് അതായിരിക്കും എപ്പോഴും നിങ്ങളുടെ കണ്ണ് തേടിക്കൊണ്ടിരിക്കുന്നത്, അതായിരിക്കും നിങ്ങളുടെ ചിന്ത എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് കൊതിയുണ്ടോ? ചർച്ചിനെ കുറിച്ച് കൊതിയുണ്ടോ? ആത്മീയ ജീവിതത്തെക്കുറിച്ച് കൊതിയുണ്ടോ? സ്തോത്രം. ആത്മീയമായ വളർച്ചയെക്കുറിച്ചൊരു കൊതിയുണ്ടോ? സ്തോത്രം. ഈ നാളുകളിൽ അങ്ങനെ ഒരു കൊതി നമ്മളിൽ വളരട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം. ഒരു കൊതി ഉണ്ടാകട്ടെ. സത്യത്തിൽ 3-4 വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ വല്ലാതെ മതിക്കുക. ഏതിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. സ്തോത്രം. വേഗത്തിൽ വായിക്കാം.
32-ാം അധ്യായം യെശയ്യാ പ്രവചന പുസ്തകം 9-ാമത്തെ വാക്യം മുതൽ. സ്തോത്രം. മതി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞൊക്കെയാ തുടങ്ങുന്നത്. സ്തോത്രം. അത്ര സഭ്യമല്ലാത്ത ഒരു വിളി അല്ലേ? അല്പം കൂടെ സ്ത്രീയെ എന്നൊക്കെ, സ്ത്രീകളെ എന്നൊക്കെ വിളിച്ചാൽ കുറച്ചും കൂടെ ഒരു മാന്യത, ഒരു സഭ്യതയുള്ള. പക്ഷെ പ്രവാചകനിലൂടെ ദൈവാത്മാവ് വിളിക്കുമ്പോൾ അല്പം പരുപരുക്കൻ നിലയിൽ വിളിച്ചിട്ട് പറയുകയാ, നിങ്ങളൊന്നും കൂടെ ചിന്തിക്കാൻ സമയമായി. ഇവിടെ പെണ്ണുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ, സ്ത്രീകളെ എന്ന് വിളിക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമുള്ള ദൂതായിട്ടൊന്നും ഇന്ന് പകൽക്കാലം കരുതരുത്. ആ സാഹചര്യത്തിൽ അതിൻ്റെ ആ ഒരു ആഴതലം തിരിച്ചറിയണമെങ്കിൽ, കാരണം ഒരു കുടുംബത്തിന് നഷ്ടമുണ്ടായാൽ, ഒരു ദേശത്തിന് നഷ്ടമുണ്ടായാൽ ആണുങ്ങളെല്ലാം എവിടെയായിരിക്കും? യുദ്ധഭൂമിയിലും അല്ലെങ്കിൽ അധ്വാന ഭൂമിയിലും കൃഷിഭൂമിയിലും ആ രീതിയിലായിരിക്കും. പക്ഷേ വീട്ടിൽ സ്വൈര്യമായി പാർക്കുന്ന സ്ത്രീകൾക്ക് അതിൻ്റെ നഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നഷ്ടം ആരാണോ അനുഭവിക്കുന്നത് അവരെ വെച്ചെഴുതുക. അതുകൊണ്ട് നഷ്ടം ആരനുഭവിക്കുന്നോ അവരെന്ത് ചെയ്യണം? അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ട് അന്ന് നഷ്ടം അനുഭവിച്ചിരുന്ന അവരായതുകൊണ്ട് സ്തോത്രം, അവരുടെ പുരുഷപ്രതിയായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവരുടേതായിരിക്കുന്ന വയൽ പ്രദേശത്ത് വന്ന് പിടിച്ചോണ്ട് പോകുമ്പം ഇവരെല്ലാം കൊണ്ടുപോകുന്നേ. സ്തോത്രം. നഷ്ടം ആർക്കാ? വീട്ടിലിരിക്കുന്നവർക്കാ. സ്തോത്രം. ആര് നഷ്ടം അനുഭവിക്കുന്നോ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്. ഇന്ന് അങ്ങനെയാണോ നഷ്ടം? ഇന്ന് ആരൊക്കെ നഷ്ടം അനുഭവിക്കാനുള്ള ആ സാഹചര്യം ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ദൂത് ബാധകമാണ്. സ്തോത്രം. പറയുകയാ, എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പീൻ. ചിന്തയില്ലാത്തവർ. ഇതെന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു വേർഡാ. ചിന്തയില്ലാത്ത അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഒന്നിനെക്കുറിച്ചും എന്തില്ല? ചിന്തയില്ല. ഒന്നിനെക്കുറിച്ചും ആലോചനകളില്ല. ഒന്നിനെക്കുറിച്ചും പ്ലാനുകളില്ല. ഒന്നിനു വേണ്ടിയുമുള്ള വാഞ്ചകളില്ല. എന്തെങ്കിലും ചെയ്തെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹവുമില്ല. സ്തോത്രം. ഇത് വലിയൊരു ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. ചിന്തയില്ലാത്ത, ചിന്തിക്കുന്നതും ചിന്താകുലപ്പെടുന്നതും വ്യത്യാസമുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ചിന്താകുലപ്പെടുന്നവരെ എന്നല്ല പറയുന്നത്, ചിന്തയില്ലാത്തവരെ എന്നാ പറയുന്നത്. ചിന്തയെക്കുറിച്ച് പറയുമ്പം ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സ്തോത്രം. പിറ്റേ ദിവസത്തെക്കുറിച്ച് ചിന്തയുള്ളവരെന്ത് ചെയ്യും? നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ച് ചിന്തയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നാളെ എനിക്ക് ഇന്നതുപോലെ രാവിലെ എഴുന്നേറ്റ് 7 മണിയാകുമ്പോഴത്തേക്കിന് മന്നായി പോകണം. 5:30 ആകുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നാളെക്കുറിച്ച് എനിക്ക് ചിന്തയുള്ളത് കൊണ്ട് 5:30 എഴുന്നേൽക്കേണ്ട ഞാൻ അതിന് മുൻപേ അലാറം വെക്കും. അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു പദ്ധതി ഉണ്ടാകും. നാളെ രാവിലെ എന്ത് ചെയ്യണം? 5:30 മുൻപേ എഴുന്നേൽക്കണം. ഇത് ചിന്തയുടെ ഭാഗമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതുണ്ടാകണം. ദൈവം ചിന്തയില്ലാത്തവരായിട്ട്, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരായിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ഓരോ വ്യക്തിയെയും, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ചിന്തയുള്ളവരായിരിക്കണമെന്നാ. സ്തോത്രം. അവസാന നിമിഷം ഓടിപ്പിടിച്ച് ചാടിപ്പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നവരായിട്ട് ജീവിക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ പ്ലാനും ഹല്ലേലൂയ പദ്ധതിയും ഉള്ളവരായിട്ട് നമ്മളായിരിക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. ചിന്തയില്ലാത്തവരല്ലേ നമ്മൾ പല വിഷയങ്ങളിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തയില്ലാത്തവരെങ്ങനെയാ പാസ്റ്റർ ചിന്തിച്ചു നോക്കുന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര വിഷയങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരുണ്ട്? സദൃശവാക്യം 31-ാം അധ്യായത്തിലേക്ക് ചിന്തയുള്ള, കാര്യശേഷിയുള്ള സ്ത്രീയെക്കുറിച്ചൊക്കെ പറയുമ്പം അവളുടെ വിശേഷണങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവൾ നന്നാ കാലത്ത് എഴുന്നേക്കും. അവൾ കുഞ്ഞിന് വേണ്ടത്, ഭർത്താവിന് വേണ്ടത്, അവളുടെ ജോലി സ്ഥലത്തുള്ള ആളുകൾക്ക് എന്നൊക്കെ വേണമെന്ന് ചിന്തിക്കും. സ്തോത്രം.
നമ്മൾ കറി വെക്കാൻ പോകുമ്പോഴാണ് എന്നാ കറി വെക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ സാധാരണ എക്സാമ്പിളായിട്ട് പറയുക. സ്തോത്രം. ഇറങ്ങാൻ നേരത്താ ഏത് ഷർട്ടാണ് ഇടേണ്ടതെന്ന് ആലോചിക്കുന്നേ. അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നവരെന്ത് ചെയ്യും? നാളെ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, നാളെ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ട ക്രമീകരണങ്ങൾ തലേ ദിവസമേ ചെയ്യത്തില്ലേ? സാധാരണ മാനുഷിക ജീവിതത്തിൽ നമ്മൾ ഈ രീതിയിൽ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയോടുള്ള ബന്ധത്തിലും നമ്മൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കണം. സ്തോത്രം. പ്രാർത്ഥന, കൂട്ടായ്മ, ഒരുങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ചിന്തയുണ്ടോ? ചിന്തയുണ്ടോ? പ്രിയമുള്ളവരെ, ചിന്തയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുക. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടായിരിക്കണം. നാളെ എനിക്ക് ബയോളജി എക്സാമാ, നാളെ എനിക്ക് കെമിസ്ട്രി എക്സാമാ, നാളെ എനിക്ക് ഇന്ന ഹോംവർക്ക് തീർക്കാനുണ്ട്, നാളെ എനിക്ക് ഇന്ന അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിന് ഇത്ര കാര്യങ്ങൾ, ഞാൻ ഇത്ര ഭാഗങ്ങൾ ഇന്ന് തീർത്താലേ പറ്റത്തുള്ളെന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഒന്നുമല്ല. പക്ഷെ നന്നായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, അത് സ്വർഗത്തിൽ നൂലെ കെട്ടി ഇറക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ക്രമമായി ചിട്ടയായി ചെയ്യുവാൻ നമ്മൾ പഠിച്ചിരിക്കണം. സ്തോത്രം. പഠിച്ചിരിക്കണം. അതില്ലാത്തടോ എല്ലാം പരാജയം. മുന്നോട്ട് നോക്കിയേ. എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ, ചിന്തയില്ലാത്തവരെ. ഒരാണ്ടും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. സ്തോത്രം. ചിന്തയില്ലാത്തവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമായത്. ചിന്തയില്ലാത്തവർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഒന്നും കരുതിയിട്ടുണ്ടാകത്തില്ല. ഞാൻ പറയാം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്കുണ്ടായിരിക്കണം. കിട്ടുന്നതെല്ലാം വാരി വലിച്ച് ചെലവഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത്. ചിലരുണ്ട്, അവരുടെ വരവിനെക്കുറിച്ചും അവർക്കറിയത്തില്ല, ചെലവിനെക്കുറിച്ചും അവർക്കറിയത്തില്ല. ആമസോണിൽ സ്ക്രോൾ ചെയ്യുമ്പം കണ്ണി കാണുന്നതെല്ലാം ഓർഡർ ചെയ്യുന്ന ഒരു സ്വഭാവം വളരെ പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരിക, കോണ്ടെക്സ്റ്റിലാക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കനഡ സർവീസിലാണെന്ന് തോന്നുന്നു. സൂപ്പർ മാർക്കറ്റിൻ്റെ ടെക്നിക്ക് എന്താണെന്നറിയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അത്യാവശ്യം അരി മേടിക്കാനായിരിക്കും പോകുന്നത്. അരി അവരെവിടെ വെക്കത്തുള്ളൂ എന്നറിയാവോ? അങ്ങേയറ്റത്തെ വെക്കത്തുള്ളൂ, ഏറ്റവും അകത്ത്. എന്താ ഉദ്ദേശം? നിങ്ങൾ വലിയ കാര്യത്തിൽ കാർട്ടുമായിട്ട് പോകുമ്പം ഇടയ്ക്ക് കോൾഗേറ്റ് ഇരിക്കുന്ന കാണും, അപ്പുറത്ത് ചോക്ലേറ്റ് ഇരിക്കുന്ന കാണും, അറിയാതെ കൈയെടുത്ത് ഓരോന്നെടുത്ത് ഇതിനകത്തിടും. ഇതാ ടെക്നിക്ക്. ഇത് സിമ്പിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സ്തോത്രം. മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല സ്ട്രാറ്റജിയാണ്. നമ്മളറിയാം, നമുക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഞാൻ എന്നാത്തിനാ വന്നേ? ഞാൻ അരി മേടിക്കാൻ വന്നതാ. എൻ്റെ കയ്യിൽ ഇത്ര രൂപയാണ് ഉള്ളത്. എൻ്റെ ഇത്ര രൂപയ്ക്കകത്ത് എനിക്ക് ഇത്ര രൂപയെ ഈ മാസം ചിലവാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് 10,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 1000 രൂപ കർത്താവിന് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞ് ആഴ്ചയിലാഴ്ച സ്വോത്രകാഴ്ച ഇടാനുള്ള കാശ് ഇത്ര ഞാൻ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് വരുന്ന ഇത്ര രൂപ എൻ്റെ സേവിങ്സിൽ ഇടണം. എനിക്ക് ചെറിയൊരു സേവിങ്സ് ഉണ്ടായിരിക്കണം. ഇത്ര രൂപ എൻ്റെ പലവ്യഞ്ജനങ്ങൾക്ക്, എൻ്റെ ഗ്രോസറീസിന് ചെലവാക്കണം. ഇത്ര രൂപ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കണം. ഇത്ര രൂപ എനിക്ക് റെന്റ് കൊടുക്കണം. ഇത്ര രൂപ എനിക്ക് ഒന്നൊന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് പറയുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിന്തയുള്ളവരായിരിക്കണം. അല്ലാതെ അവസാനം എല്ലാം കൂടെ നമ്മുടെ തലയ്ക്ക് മേളിൽ കയറി കടം കയറി കഴിഞ്ഞിട്ട് അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. സ്തോത്രം. ഗതികെട്ട നിമിഷങ്ങളിൽ നമുക്ക് ഗതിയായിട്ടൊന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാനതിനെ തള്ളിക്കളഞ്ഞിട്ടല്ല പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചിന്തയില്ലാത്ത ജീവിതം പലപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നടുങ്ങുന്ന അനുഭവത്തിലേക്ക് നമ്മെ തള്ളിക്കളയുന്നു എന്നുള്ളത് വചനപ്രകാരം അംഗീകരിക്കേണ്ടുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കാലഘട്ടം വളരെ മോശമാണ്. കണ്ണി കാണുന്നതെല്ലാം ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നും. സ്തോത്രം. ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടേ സ്പെൻഡ് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ വാക്കുകൾ ആവശ്യമുള്ളിടത്ത്, നമ്മൾ കേട്ടതുപോലെ ആവശ്യമുള്ളിടത്ത് എന്ത് ചെയ്താൽ മതി? സംസാരിച്ചാൽ മതി. ചോദിക്കണം കർത്താവിനോട്, സംസാരിക്കണോ കർത്താവേ, ആവശ്യമുണ്ടോ? ഷുഡ് ഐ സേ സംതിങ്? ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴും ചിലപ്പോഴൊക്കെ അറിയാതെ എന്താ പറയുന്നത്, സംസാരങ്ങൾ പുറത്തേക്ക് ചാടും. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവേ ഇന്നത് ഞാൻ കണ്ടു, ഞാൻ സംസാരിക്കണോ, ഞാൻ മിണ്ടണോ? എത്രയോ സമയങ്ങളിൽ പലതും മിണ്ടാതെ അടക്കി വയ്ക്കുന്നുണ്ടെന്ന് ദൈവത്തിനും എനിക്കും മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. പഠിക്കണം, ചിന്തിക്കണം,
ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തുവാ? ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും? എന്ത് നന്മയുണ്ടാകും? എന്ത് തിന്മയുണ്ടാകും? സ്തോത്രം. കഴിയണം, ചിന്തയുള്ളവരായിരിക്കണം. അടുത്ത് പറയാ നടുങ്ങിപ്പോകും. അടുത്ത് പറയുക മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും. ശരിയായ സമയത്ത് കൃത്യമായ പദ്ധതികളോടെ പരിപാലിക്കേണ്ടതിനെ പരിപാലിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകേണ്ടുന്ന കൊയ്ത്ത് നഷ്ടപ്പെടും. സ്തോത്രം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അതിലേത് നടന്നാല് പഠിത്തം കൊണ്ട് കിട്ടണ്ട എക്സാം റിസൾട്ട് അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടാതെ പോകും. അപ്പൊ എന്നാ ചെയ്യണം? ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയത്ത് അതും ഇതും ആലോചിച്ചുകൊണ്ടിരുന്നാൽ എന്നെ പറ്റും? നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടാതെ പോകും. സ്തോത്രം. ആ ജെറോണിന് വേണ്ടി പറയല്ല കേട്ടോ. ഇന്ന് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഡെഫിഷ്യൻസിയാ ലാക്ക് ഓഫ് അറ്റൻഷൻ. പ്രത്യേകിച്ച് ദൈവസന്ധി വന്ന ആരും എന്നോട് ദേഷ്യം തോന്നരുത്. ഞാനതിനെ ഈ അഡോണിയായും എനിക്ക് ഏറ്റവും വഴക്ക് പറയാൻ അതല്ലേ ഉള്ളൂ. അതും ഇതും ചെയ്തുകൊണ്ടിരിക്കരുതെന്ന് ഇടയ്ക്ക് കണ്ണും കാലും കാണിക്കുന്ന അതുകൊണ്ടാണ്. സ്തോത്രം. ശ്രദ്ധിക്കാത്തവൻ്റെ അകത്തൊന്നും കയറത്തില്ല. ഇതകത്ത് അല്ലാതെ വിശ്വാസം ഉണ്ടാകത്തില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ട്, ചില സമയത്ത് ആരാധനയ്ക്ക് വന്നിരുന്ന നഖത്തിൻ്റെ വളർച്ച എന്തോരം ഉണ്ട്, നഖം എന്തോരം ചെറുതാ വലുതാന്ന് നോക്കുക. പെൺകുട്ടികളാണെങ്കിൽ ചില സമയത്ത് എപ്പോൾ നോക്കിയാലും മുടി വളർന്നിട്ടുണ്ടോ, മുടി നീണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ഇതെല്ലാം ശ്രദ്ധ. സ്നേഹത്തോടെയോ കേട്ടോ പറയുന്നത്, ഒട്ടും കുറ്റപ്പെടുത്തലോടെയോ അല്ലെങ്കിൽ ആരെയും നോവിക്കാനോ വേദനിക്കാനോ അല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും ചിലർ വന്നിരുന്ന ഇതുവരെ മറിച്ച് തീർന്നിട്ടുമില്ല, പുസ്തകം മറിച്ചുകൊണ്ടിരിക്കുക. ചിലർ വന്നാൽ ഒന്നും ശ്രദ്ധിക്കാതെ ഏതോ ലോകത്താ. ചിന്തയുള്ളവരായിരിക്കണം. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ വരുന്നത് റിസീവ് ചെയ്യാനായിരിക്കണം, ഇവിടെ വരുന്നത് പ്രാപിക്കാനായിരിക്കണം. പ്രിയമുള്ളവരെ, ആരെന്ത് പറഞ്ഞാലും വേണ്ടിയല്ല, ഞാൻ ദൈവസന്ധി പറയാം, ദൈവസഭയിൽ നീ കടന്നു വരുന്നത് നീ ചിലത് പ്രാപിക്കാൻ വേണ്ടി കടന്നു വരണം. സ്തോത്രം. ഇവിടെ കടന്നു വരുന്നത് വെറുതെ വന്നിട്ട് വെറുതെ പോകാൻ വരുന്നതല്ല. ഇവിടെ കടന്നു വരുന്നത് ചില ദൈവിക വിടുതലുകളെ പ്രാപിക്കാൻ തന്നെയാണ് വരുന്നത്. സ്തോത്രം. ആ ചിന്തയോടെ നീ വന്നോ, ആര് പറഞ്ഞാലും നീ അത് മാറ്റണ്ട. ആ ചിന്തയോടെ നീ ദൈവസന്ധി വന്നോ, ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ വരുന്നവനെ നിറച്ച് നിറച്ച് നിറച്ചു വിടുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിറവ് പ്രാപിക്കാൻ വരണം. പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, കർത്താവേ ഞങ്ങൾ ഒഴിഞ്ഞവരായി വന്നു, എന്നാൽ നിറഞ്ഞവരായി പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. ഇന്ന് അവരെ ശേഖരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളെ വലിയ കാര്യത്തിൽ നല്ല സ്കൂളിൽ വിടും, പഠിപ്പിക്കും. പക്ഷെ അവരുടെ ആ ഫുൾ ഫ്ലെഡ്ജ് റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അർത്ഥവത്തായ രീതിയിൽ അതും കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായോ? സ്തോത്രം. എനിക്ക് പലപ്പോഴും പല ജീവിതങ്ങളെയും ഞാൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. സ്തോത്രം. കാലങ്ങളായി നല്ല സാമ്പത്തിക നിലയിലും നല്ല ജോലി, നല്ല വരുമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നും അവർക്ക് എന്തില്ല? ഒരു ശരിയായ നിലയിലുള്ള സാമ്പത്തിക ഭദ്രത വന്നിട്ടില്ല, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. കാരണം എന്താ? ചില സമയങ്ങളിലെ ചിലരുടെ ജീവിതത്തിൽ നിർഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരെയും നോവിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലരുടെ ജീവിതത്തിൽ നിർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചിലരുടെ ജീവിതത്തിലെ സാഹചര്യം എന്താണെന്നറിയാമോ? ശരിയായ ചിന്തയോടുകൂടെയുള്ള
സ്തോത്രം, ക്രമീകൃതമായ അച്ചടക്കത്തോടുകൂടെയുള്ള ഒരു ചിന്തയുള്ള ജീവിതമില്ലാതെ പോയതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാൻ കർത്താവെ ചിന്തയുള്ളവരായി, ഇംഗ്ലീഷിൽ അതിന് പറയും പ്രൊആക്റ്റീവായിട്ടിരിക്കുന്നവരായിട്ട്. സ്തോത്രം. അടുത്തത് എന്ത് നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരായിട്ട്, ചിന്തയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം പ്ലാൻ ചെയ്യണം. നമ്മുടെ സഭയെക്കുറിച്ച് നാം പ്ലാൻ ചെയ്യണം. എത്ര ചിന്തിക്കാറുണ്ട്? പലപ്പോഴും ഒരിക്കലെങ്കിലും പരാതി പറഞ്ഞിട്ടില്ലേ? എൻ്റെ ചർച്ച പോകുന്ന പോക്ക് ശരിയില്ലാന്ന്. സ്തോത്രം. ദൈവമുമ്പാകെ പറഞ്ഞാൽ മതി. ഒരിക്കലെങ്കിലും ഞാനും നീ എന്ത് ചെയ്തു, ഞാനും നിങ്ങളും എന്ത് ചെയ്തു? സ്തോത്രം. നിങ്ങൾ എന്ത് ചിന്തിച്ചു, എന്ത് പ്രവർത്തിച്ചു? നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ, പൊതുവായ ചോദ്യമാണ്. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. നാം എന്ത് ചെയ്തു? ചിന്തയുള്ളവരാണോ? സ്തോത്രം. മുമ്പോട്ട് പോകുകയാണ്. അവിടെ നിർത്തുകയല്ല, മുമ്പോട്ട് പോകുകയാണ്. സ്തോത്രം. രട്ടുടുക്കാൻ പറയുകയാ, വിറയ്ക്കാൻ പറയുകയാ. സ്തോത്രം. ഈ നാളുകളിൽ രട്ടുടുക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേര് ഈ ആഹ്വാനം ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. രട്ടുടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൾ ഫോർ പ്രയർ. സ്തോത്രം. ഇത് പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആഹ്വാനമാണ്. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എന്താ പറയുന്നത്, ചണച്ചാക്കും ചുറ്റി റോഡിൽ കൂടെ നടക്കാനല്ല പറയുന്നത്. രട്ടുടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. ചില പ്രതിസന്ധികൾ മാറണം. കർത്താവ് പറഞ്ഞത് എന്തുവാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യത്തില്ല, ഒഴിഞ്ഞു പോകത്തില്ലെന്നാ. സ്തോത്രം. ഉപവസിക്കാനപ്പോ തയ്യാറാകണം. സ്തോത്രം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ ചില ദിവസങ്ങൾ നിങ്ങൾ ഉപവസിക്കുവാൻ തയ്യാറാകണം. ഉപവാസം കുഞ്ഞുകളിയൊന്നുമല്ല. സ്തോത്രം. ഉപവസിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഭയം തോന്നുന്നുണ്ട്. സ്തോത്രം. സഭകളൊക്കെ, വ്യക്തിജീവിതങ്ങൾ, കുടുംബങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങളിൽ ഒരു ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഉറച്ച നിലവിളിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം അവരുടെ വിഷയങ്ങളിൽ സ്വത്രം പരിഹാരം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളുടെ സത്യമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വത്രം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ വിഷയങ്ങളെ പകരുവാനും കണ്ണുനീരൊഴുക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകണം. സ്തോത്രം. തയ്യാറാകുമോ? സ്തോത്രം. ഞാൻ എൻ്റെ വല്യമ്മച്ചി ഓർക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ പരിചയമുണ്ട്. ചില അമ്മച്ചിമാരും ചില അപ്പച്ചന്മാരും സ്തോത്രം ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അവരന്ന് ഫാസ്റ്റ് ചെയ്യും, അന്ന് ഉപവസിക്കും, അവരന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. അതിൻ്റെ ഫലമായി ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. അതിന്റെ ഫലമായി ഇന്നിവിടെ പലരും ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്തോത്രം ആർക്കും മറുക്കാനൊന്നും കഴിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച സ്തോത്രം ചില ജീവിതങ്ങൾ ഉണ്ടെന്നുള്ളത് മറക്കാൻ കഴിയാത്ത സത്യമാണെങ്കിൽ, ചില സഭകൾ ഉണ്ടെന്നുള്ളത് മറക്കാൻ കഴിയാത്ത സത്യമാണെങ്കിൽ, നിങ്ങളുടെ വിടുതലിന് പിമ്പിൽ ചിലരുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിടുതലിന് പിമ്പിൽ ഞാനും നിങ്ങളും ആകുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടില്ലേ? വാട്ട് ആർ വി ഡൂയിങ്? ചിന്തയില്ലാത്തവരായിരിക്കുകയാണോ? ഇത് ചിന്തയില്ലാത്തതിൻ്റെയാ, നാളെ കുറിച്ചുള്ള ചിന്തയില്ലാത്തത്. സ്തോത്രം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പോലെയാ. ഹിസ്കിയാവിനെ പ്രാർത്ഥിച്ച, കർത്താവേ എനിക്ക് ആയുസ് നീട്ടി തരണം. ആയുസ് നീട്ടി തന്നിട്ട് കർത്താവ് പറഞ്ഞു, ഓക്കെ ഫൈൻ, നിനക്ക് 15 വർഷം കൂട്ടി തന്നിരിക്കുന്നു. പക്ഷേ നിന്റെ കാലാവസാനം, നിന്റെ കാലത്തിന്റെ ശേഷം എന്തുണ്ടാകും? ഈ രാജ്യം പിടിക്കപ്പെടും. പുള്ളി പറഞ്ഞ എന്നാന്നറിയാവോ? ഹൂ ബോദേഴ്സ്. അതിൻ്റെ മീനിങ് അതാ. ആർക്ക് പോയി? എൻ്റെ കാലം ഉള്ളിടത്തോളം സമാധാനമായിട്ടിരിക്കുമല്ലോ. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ലീഡർ. സ്തോത്രം. അതെൻ്റെ നിങ്ങളുടെയും ശരിയായ ഉത്തരവാദിത്വ ബോധം അല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. അതല്ല ഉത്തരവാദിത്വ ബോധം. അങ്ങനെയാണേ പറയണം, കർത്താവേ വേണ്ട, ഞാനും വരുന്ന തലമുറകളും സ്തോത്രം നിർഭയരായി ദൈവസന്നിധിയിൽ ഇരിക്കത്തക്കവണ്ണം അങ്ങനെയുള്ളൊരു ബ്ലെസ്സിങ് മതിയെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്,
ഒത്തിരി നീണ്ട ആയുസ്സാണോ വേണ്ടത്, അതോ ഫലപ്രദമായിരിക്കുന്ന ഒരു ആയുസ്സാണോ വേണ്ടത്? സ്തോത്രം. ഫലപ്രദമായ, ദൈവ മുമ്പിൽ ഫലപ്രദമായ. സ്തോത്രം. അടോണി എൻജോയിൽ ഫ്രണ്ടി വന്നിരുന്നേ. ദൈവത്തിന് സ്തോത്രം. ഫലപ്രദമായൊരായുസ്, ഫലപ്രദമായൊരായുസ്. അതുകൊണ്ട് ജീവിതത്തിൽ ചിന്തയുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ചിലതിനൊക്കെ പ്രിയമുള്ളവരെ വേറെ ഒരു പരിഹാരമില്ല, പ്രാർത്ഥന മാത്രമേ പരിഹാരമുള്ളൂ. എത്ര ഉദാഹരണം വേണം നിങ്ങൾക്ക്? വേറെ പുസ്തകത്തിൽ തരാം. 12 വർഷം ഒരുത്തി ജീവിതത്തിലുള്ളതെല്ലാം വിറ്റ്, എല്ലാം വിട്ട്. ആലോചിക്കണേ, 3.5 വർഷമേ യേശു ഭൂമിയിലായിരുന്നുള്ളൂ. യേശു 3.5 വർഷമേ ശുശ്രൂഷ ചെയ്തുള്ളൂ. ഇവളെപ്പോഴാ? 12 വർഷമായിട്ട് ഈ രോഗത്തിൻ്റെ അടിമയാണ്. സ്തോത്രം. അതുകൊണ്ട് അവൾ പൈസ വേസ്റ്റ് ചെയ്തെന്നോ അവൾ കാശ് കളഞ്ഞെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവൾ 12 വർഷമായിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി വാഞ്ചിച്ച് അതിന് വേണ്ടത് വിറ്റ് ചെലവാക്കുന്നു. ഡോക്ടർമാരെ കാണുന്നു, വൈദ്യന്മാരെ കാണുന്നു. സ്തോത്രം. കാലങ്ങളായി. എവിടാ വിടുതൽ കിട്ടിയേ? ദൈവസന്നിധിയിൽ. സ്തോത്രം. ആ തിരിച്ചറിവായി എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉണ്ടാകേണ്ടത്. എത്ര വർഷമാണ് ബെഥസ്ദ കൊളക്കടവിൽ രോഗി കിടന്നേ, തളർവാദം പിടിച്ചവൻ കിടന്നേ? 38 വർഷം. യേശു തുടങ്ങിയിട്ട് എത്ര കാലമായുള്ളൂ? 3.5 വർഷമായുള്ളൂ. സ്തോത്രം. അവനെക്കുറിച്ച് അവൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു കർത്താവ്. സ്തോത്രം. വാഞ്ചയോടെ കാത്തിരിക്കുന്നവൻ്റെ അടുക്കലും ചെല്ലും, നിനക്ക് അവൻ്റെ അടുക്കൽ ചെന്നാലും വിടുതല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറില്ലേ, അവൻ്റെ അടുക്കൽ ചെന്ന് അവരെ തൊട്ടവർക്കും സൗഖ്യമാ, അവൻ വന്നു തൊട്ടാലും സൗഖ്യമാ. ഇനി സ്തോത്രം, ആര് പറഞ്ഞ? ശതാധിപൻ പറഞ്ഞതുപോലെ, നീ വന്നില്ലെങ്കിൽ ഒരു വാക്കിലും സൗഖ്യമാ. സ്തോത്രം. ആ തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ചിന്തയുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഒറ്റ വഴിയേ ഉള്ളൂ പ്രിയമുള്ളവരെ, വേറെ ഒരു വഴിയില്ല. അത് എന്തിനും അത് വഴിയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനും. അത് നമ്മുടെ ലോകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, സ്തോത്രം, കർത്താവ് നമ്മുടെ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? വചനം വളരെ വ്യക്തമായിട്ട് പറയാം, നിന്റെ ജീവനും നിന്റെ ഭക്തിക്കും വേണ്ടതൊക്കെയും. സ്തോത്രം. God did not invest only for your devotion. ദൈവം ഒരിക്കലും നിന്റെ ഭക്തിക്ക് വേണ്ടത് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, ദൈവം നിന്റെ ജീവന് വേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നിന്റെ ജീവനെതിരെ പോരാടുന്ന, സ്തോത്രം, നിന്റെ ആരോഗ്യത്തിനെതിരെ പോരാടുന്ന, നിന്റെ ശരീരത്തിനെതിരെ പോരാടുന്ന, നിന്റെ മാനസിക നിലയ്ക്കെതിരെ പോരാടുന്ന, നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ മധ്യത്തിൽ നിന്നെ വിടുവിക്കുവാൻ എൻ്റെ യേശു സർവശക്തനാണെന്ന് പറഞ്ഞാൽ വേറെ പുസ്തകം അതിനെ മറക്കുകയില്ല, ഞാനതിനെ മറക്കുകയില്ല. സ്തോത്രം. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്ന നല്ലൊരു സെർമണുണ്ട്, നമ്മുടെ ജോയ്സിംഗ് പാസ്റ്റർ തമിഴ് സർവീസിൽ പറഞ്ഞൊരു ഒരു സെർമൺ. ഇവിടെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ കീപ്പോട്ട് നോക്കി നടക്കാതെ മേലോട്ട് നോക്കി നടക്കണം. സ്തോത്രം. ഇവിടെയുള്ള അനുഗ്രഹങ്ങളെ മുകളിലേക്കുള്ള യാത്രയ്ക്ക് പ്രയോജനപ്രദമായിട്ട് നമ്മളതിനെ വളർത്തിയെടുക്കണം. സ്തോത്രം. അല്ലാതെ ഈ ലോകത്ത് അനുഗ്രഹം വേണ്ടെന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കാമെന്ന് കർത്താവ് എന്തിനു പറഞ്ഞു? സ്തോത്രം. അവന് മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞത് ഈ ലോകത്തിലല്ലേ, പരലോകത്തിൽ ചെന്നിട്ടാണോ കൊടുക്കാമെന്ന് പറഞ്ഞേ? സ്തോത്രം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ, സ്തോത്രം, ഞാൻ നിനക്ക് സന്തതികളെ തന്ന്, സ്തോത്രം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ രാജ്യങ്ങൾക്ക്, നേഷൻസിന്, ദേശങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമാകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, സ്തോത്രം, അത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിലല്ലേ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്റെ ജീവനും നിന്റെ ഭക്തിക്കും വേണ്ടത് ദൈവം കരുതും. വിശ്വസിച്ചോണം. ദൈവസന്ധി കൊടുത്തോണം. ദൈവസന്ധി പറയണം, എൻ്റെ അപ്പ എനിക്ക് വേണ്ടി കരുതാൻ. സ്തോത്രം. ഈ ഇഹത്തിലൊന്നുമില്ല, എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതാനുണ്ടെങ്കിൽ എൻ്റെ അപ്പം മാത്രമേ ഉള്ളൂ. സ്തോത്രം. 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 അതാ ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കണം. ഒരാൾക്കേ നമുക്ക് വേണ്ടി കരുതാൻ കഴിയത്തുള്ളൂ പ്രിയമുള്ളവരെ, അത് നമ്മുടെ അപ്പന് മാത്രമാണ്. സ്തോത്രം. മറ്റുള്ളവരൊക്കെ കരുതാൻ, ഞാൻ ആരും കരുതത്തില്ലെന്നല്ല പറയുന്നേ, പക്ഷെ അവരുടെ കരുതലുകൾക്കൊന്നും സുസ്ഥിരതയില്ല.
സ്തോത്രം. അത് അവരുടെ കുഴപ്പമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലരൊക്കെ സഹായിക്കാത്തതുകൊണ്ടല്ലോ അവരുടെ സാഹചര്യം കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ സഹായിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് ദ ഹ്യൂമൻ നേച്ചർ. അതാ സാഹചര്യത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഉടനെ അവർക്കെതിരെ കുറ്റം പറയും, നമ്മളാകപ്പാടെ നെഗറ്റീവ് ആകും. സ്തോത്രം. അതല്ല വേണ്ടിയേ. ദൈവം ഇവരിൽ കൂടെ അല്ല കരുതാൻ തീരുമാനിച്ചേ. ദൈവം ചിലപ്പോൾ നേരിട്ട് കരുതും, അല്ലെങ്കിൽ ദൈവം വേറൊരു വഴി തുറക്കുമെന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും കഴിയുന്നില്ല? സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ വഴി തുറന്നിട്ടില്ലേ? നമ്മൾ വിചാരിച്ച് ഇന്ന വഴി കൂടെയാണ് വരുന്നതെന്ന്. സ്തോത്രം. നമ്മൾ വിചാരിച്ച് ഇന്ന ആളാ എന്നെ സഹായിക്കാൻ പോകുന്നതെന്ന്. അവർ കണ്ണുപോലും തിരിഞ്ഞു നോക്കിയില്ല. സ്തോത്രം. പക്ഷെ ദൈവം പുതിയ വഴികളെ നമുക്ക് വേണ്ടി തുറന്നില്ലേ? പ്രതീക്ഷിക്കാത്ത. എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കാൻ തുടങ്ങിയാൽ, അതൊക്കെ പറയാൻ തുടങ്ങിയാൽ കണ്ണുനീരോടെ അല്ലാതെ ഇവിടെ നിന്ന് ഈ വചനം ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ ചെറുപ്പം മുതല് സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികൾ നമുക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ആമേൻ, ദൈവം പുതുവഴികളെ നമുക്ക് വേണ്ടി തുറക്കുമെന്നുള്ളത് സത്യമാ. അത് വചനത്തിന്റെ പ്രമാണമാ. ഒരു വഴി നിനക്കെതിരായി അടയുമ്പോൾ 7 വഴികളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സത്യമാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ചിന്തയുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കാൻ സമർപ്പിക്കണം, രട്ടുകൊടുക്കാൻ തയ്യാറാകണം. ചില പ്രതിസന്ധികൾക്ക് ഇതൊരു ദൂതായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. സ്തോത്രം. ചില പ്രതിസന്ധികൾ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾക്ക് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ദൈവസന്ധിയിൽ രട്ടുകൊടുക്കുവാൻ, ദൈവസന്ധിയിൽ ഉപവസിക്കുവാൻ, ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്ധിയിൽ മുഴങ്കാൽ മടക്കുവാൻ നിങ്ങൾ ഇന്ന് പകൽക്കാലം തയ്യാറാകുമെങ്കിൽ ദൈവ കിളിവാതിലുകളെ തുറന്ന് ദൈവിക പ്രവർത്തികളെ, ദൈവിക അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയും. നിശ്ചയമായും അവൻ ചെയ്യും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തയ്യാറാകണം, ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ കേട്ടതുപോലെ കേട്ടാൽ മാത്രം പോരാ, ഇത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. കർത്താവിദാസൻ പറയായിരുന്നു, അത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുക. കർത്താവിദാസൻ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കാൻ റെഡിയാകണം. ആ സമയത്ത് ഇത് അദ്ദേഹം പറയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു വന്ന, പലർക്കും കേൾക്കാൻ ഇഷ്ടം, എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ താഴ്ത്തി ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാനുണ്ടല്ലോ, നമുക്ക് ഇന്ന് കാലത്ത് പറ്റുന്നില്ല. കാരണം നമ്മുടെ വിചാരം നമുക്ക് ഇവരെക്കാളും അറിയാവുന്ന. സ്തോത്രം. ഉണ്ട്. ഇതൊരു കോമൺ പ്രതിഭാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇന്ന് കാലത്ത്. നല്ലൊരു കാര്യം ഒരാളോട് പറഞ്ഞേ, കേൾക്കും, പാസ്റ്റർ, ശരിയാ പാസ്റ്റർ എന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരനുഭവം ഇന്ന് കാണുന്നുണ്ട്. വേദനയോടെ പറയട്ടെ, സ്തോത്രം, കേൾക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ വചനം പ്രയോജനമില്ലാത്തതായി നിങ്ങൾക്ക് തീരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുക. കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. അപ്പൊ ഉപവസിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. ചില വിഷയങ്ങളിൽ, ചില ദൈവിക വിടുതലിന് വേണ്ടി നാം ദൈവസന്നിധി ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഞാൻ ഓടി മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. കെട്ടുവീൻ. മനോഹരമായ വയലുകളെയും ഫലഭൂയിഷ്ടിയുള്ള മുന്തിരിവള്ളികളെയും ഓർത്ത് അവർ മാറത്തടിക്കും. ഓർത്ത് മാറത്തടിക്കും. ശ്രദ്ധിക്കണേ, ഓർത്ത് മാറത്തടിക്കും. ഈ അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഓർത്ത് മാറത്തടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, ബട്ട് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ദർ ഇൻ ദ പ്രസന്റ്. ഇന്നലകളിൽ ഉണ്ടായിരുന്ന, എന്നാൽ ഇന്നുകളിൽ ഇല്ലാത്ത ചിലതിനെയാണ് നാം ഓർത്ത് മാറത്തടിക്കുന്നത്. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഇത് മറ്റുള്ളവരിലേക്ക് നോക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാനുള്ളതാ. കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്ന ചിലത്, എന്നാൽ ഇന്ന് കാലഘട്ടത്തിൽ എന്നിലും നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയ ചില നന്മകളെ നിങ്ങൾക്ക് കാണാൻ, തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഏറ്റെടുത്തുകൊള്ളുക. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വളരെ ശക്തമായി ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് കാലത്തുണ്ടോ? സ്തോത്രം. നിങ്ങൾ ആരാധിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. മഹത്വത്തിന്റെ മേഘം നിങ്ങളെ മൂടുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.
സ്തോത്രം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില നാളുകളായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. മാറത്തടിക്കണം. ഡോൺ എന്താ പറയുന്നേ, ഇറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാൻ തുടങ്ങരുത്. സാരമില്ലെന്ന് ചിന്തിക്കാൻ തുടങ്ങരുത്. തിരിച്ചറിയണം. കഴിഞ്ഞതിലേക്ക് നോക്കാൻ. അതായത് കുഞ്ഞുങ്ങളോട് ഞാൻ രാവിലെ പറഞ്ഞേ, യു ഗോ ആൻഡ് ലേൺ. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മളെങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നൊന്ന് തിരിച്ചറിയാൻ കഴിയണം. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനത്തെ നമ്മൾ ചോദ്യം ചെയ്യത്തില്ലായിരുന്നോ? ചോദ്യം ചെയ്യുമായിരുന്നോ? വചനം എന്തു പറയുന്നു അതനുസരിക്കാൻ നമ്മൾ റെഡിയായിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു. നമ്മൾ പെന്തക്കോസ്തുകാർ തന്നെ ദൈവവചനത്തിന് വിരോധമായി ചോദിക്കാനും ചോദ്യം ഉയർത്താനും, സ്തോത്രം, ക്രിറ്റിസിസം എന്നൊക്കെയുള്ള പേരിൽ അങ്ങ് വല്ലാതെ വളർന്നുപോയി. സ്തോത്രം. വചനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഇത് തന്നവൻ്റെ അതോറിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒറ്റവാക്കി പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയാവോ, ദൈവം നമ്മുടെ പോക്കറ്റിലാണെന്നാ. നമ്മൾ പറയുന്നതാ ശരിയെന്ന്. നമ്മൾ ലോജിക്കലി, വെൻ യു ആർ ഏബിൾ ടു റീസൺ ഗോഡ് വിത്ത് യുവർ ലോജിക്, ദെൻ യു ആർ എബവ് ഗോഡ്. നിങ്ങളുടെ ലോജിക് കൊണ്ട്, നിങ്ങളുടെ ബുദ്ധിയിൽ ദൈവത്തെ നിങ്ങൾക്ക് അതെന്താ പറയുക, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം വന്നാൽ, ഇതാ ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സമയം വന്നാൽ, യു ആർ ആക്ടിങ് എബവ് ഗോഡ്. നിങ്ങൾ ദൈവത്തെക്കാൾ വലിയവനായെന്ന അർത്ഥം. സ്തോത്രം. എന്നേലും എത്തുവോ? മേളിൽ ചെന്നാൽ എത്തുവോ? അവനേക്കാൾ വലിയവനാവാൻ പറ്റുമോ? നേരിട്ട് കാണാം. നേരിട്ടാണ്. യു വിൽ സീ ഗോഡ് ഫേസ് ടു ഫേസ്. പറ്റുമോ? ഒന്ന് ചിന്തിച്ചാൽ മതി. Nobody in the world, nobody in the heaven, nobody in the hell, nobody anywhere can define God, because God is above all these. ആർക്കും കഴിയത്തില്ല പ്രിയമുള്ളവരെ. കാരണം ദൈവം ഇവയേക്കാൾ എല്ലാം വലിയവനാ. സ്തോത്രം. അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഹൃദയത്തിന്റെ കോണിൽ, സ്തോത്രം, എനിക്ക് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ ഇന്നെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറയണം, അപ്പാ എനിക്ക് ഇനി അങ്ങ് അറിയണം, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയണം. അതാ താഴ്മയെന്ന് പറയുന്നത്. പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്, പലരെയും സാക്ഷ്യങ്ങൾ, അങ്ങനത്തെ സാക്ഷ്യങ്ങൾ. ഐ നോ സംതിങ്, എനിക്ക് എന്തൊക്കെ അറിയാം, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. നോ യു ഡു നോട്ട് നോ എനിത്തിങ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് കർത്താവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആറ്റത്തിൻ്റെ സൈസിൽ, ഒരു ഇലക്ട്രോണിൻ്റെ, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ളതാ. സ്തോത്രം. അത്രയും പോലും അറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മളാരും ആയിത്തീർന്നെന്നുള്ള ചിന്ത വേണ്ട. ഞാൻ മുമ്പോട്ട് ഓടിപ്പോയാ സമയം ഒത്തിരി പെട്ടെന്ന് മുമ്പോട്ട് പോന്നു. ആമേൻ. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി ചിരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചൽ പുറവുമായിരിക്കും. സ്തോത്രം. എപ്പോഴാ ഒന്ന് മടങ്ങി വന്നേ. സ്തോത്രം. എപ്പോഴാ? നമ്മൾ ചിന്തയില്ലാത്തവരായിട്ട് മുമ്പോട്ട് പോയാൽ. സ്തോത്രം. ചിന്തയില്ലാത്തവരായിട്ട് മുന്നോട്ട് പോയാൽ ഇതൊക്കെ സംഭവിക്കും. ഇതിനൊരു മാറ്റം എവിടെയാ ഉണ്ടാകുന്നതെന്ന് അടുത്ത വാക്യം പറയുന്നത്. 15-ാമത്തെ വാക്യം എല്ലാവരും ചേർന്നൊന്ന് വായിച്ചേ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ, ഒരു മാറ്റം നടക്കണമെങ്കിൽ ഒന്നിന് മാത്രമേ അതിനെ ഇന്ന് പകൽക്കാലം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. ഒരു ഊറ്റ്. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. വീണ്ടും പറയുന്നു, കുറ്റപ്പെടുത്താനല്ല, നല്ല അകത്തളങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടെ അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ട്, സ്വത്രം, ഒരു മടങ്ങി വരവിനോ അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്കോ ഹേതുവായി തീരേണ്ടതിനാ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെയുള്ള ഒരു ഇടപെടൽ
ജീവിതത്തിൽ ദിനംതോറും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ ദിവസങ്ങളിൽ? അതോ അതൊക്കെ എവിടെയോ സീസായി പോയിട്ടുള്ളൊരു അനുഭവം, എവിടെയൊക്കെയോ നിലച്ചു പോയൊരനുഭവം, അത് എവിടെയൊക്കെയോ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അനുഭവം, അത് എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്നുണ്ടോ? എനിക്കറിയില്ല ഇത് എത്രമാത്രം ടച്ചിങ് ആകുന്നുണ്ടെന്ന്. സ്തോത്രം. പക്ഷേ ഈ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് എന്നോട് 2-3 ആഴ്ചകളായിട്ട് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വിത്തൗട്ട് ഹിം, സ്തോത്രം, തമിഴ് പറയും ഒരു അണു പോലും അനക്കാൻ പറ്റത്തില്ല. വിത്തൗട്ട് ഹിം നത്തിങ് ഈസ് പോസിബിൾ. ലെറ്റ്സ് സ്റ്റോപ്പ് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള നമ്മുടെ സംസാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. അത് കുഞ്ഞുകളിയല്ല. യേശു പറയുകയാ, നിങ്ങൾ എനിക്കെതിരെ വല്ലതും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ നീ നിന്റെ നാവിനെ ചലിപ്പിച്ചാൽ, സ്തോത്രം, അത് ക്ഷമിക്കപ്പെടാത്തൊരു കുറ്റമായി ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് വിരോധമായി എഴുന്നേൽക്കുന്ന, സ്തോത്രം, നമ്മുടെ ചിന്താഗതികൾക്ക് ഈ നാളുകളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ, സ്തോത്രം, സമയമായി നമ്മെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. മാറ്റം വരണോ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ദേ ആർ ഗോയിങ് ദിസ് വേ ദാറ്റ് വേ, അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. കൂടെ ഇരുത്തി മുഴങ്കാലെ വെച്ച് പ്രാർത്ഥിപ്പിക്കുക. ഞാൻ നല്ല റെമഡി പറഞ്ഞു തരാം, ഹോം റെമഡി. സ്തോത്രം. കൂടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പണിക്ക് പോകരുത്. That's the greatest mistake that we are doing these days. നീ പ്രാർത്ഥിക്കുക കേട്ടോ മോളെ, ഡാഡി പോയച്ച് വരാം. നോ. നീ പ്രാർത്ഥിക്കുക കേട്ടോ, മമ്മി ഈ പണി തീർത്തിട്ട് വരാം. നോ. കുഞ്ഞിന്റെ കൂടെ കയ്യെ പിടിച്ചോണ്ട് മുഴങ്കാലെ നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമോ? വിൽ യു ഫൈൻഡ് ടൈം ഫോർ ദാറ്റ്? നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. വാ നമുക്കിരിക്കാം. സ്തോത്രം. അവിടെ വെളിപ്പെടുത്തും ദൈവത്തിന്റെ ആത്മാവ് എവിടെയാ മാറ്റം വരേണ്ടതെന്ന്. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? മാറ്റങ്ങൾക്ക് തയ്യാറാകാതെ പ്രിയമുള്ളവരെ ഒന്നും പ്രതീക്ഷിക്കരുത്. പച്ചയായി വിളിച്ചു പറയുന്നതിൽ വിഷമവും തോന്നരുത്. മാറ്റങ്ങൾക്ക് കാലമായി. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ നാളുകളിൽ ഞാനും എൻ്റെ തലമുറയും നാമും നമ്മുടെ തലമുറയും അനുഭവിച്ചില്ലെങ്കിൽ, സ്തോത്രം, ഇതുകൊണ്ട് ഒന്നും ചെയ്തെടുക്കാൻ കഴിയാത്ത, സ്തോത്രം, നമ്മുടെ മാനുഷിക ബലം കൊണ്ട് സാധിക്കാത്ത, മാനുഷിക ബലം കൊണ്ട് പോരാടാൻ കഴിയാത്ത ഒരു മേഖല കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല കതിരിനെയും ഹല്ലേലൂയ മോശം പതിരിനെയും തമ്മിൽ ആമേൻ വേർതിരിച്ചു കളയുന്ന ചില കാറ്റുകൾ ഈ കാലഘട്ടങ്ങളിൽ അടിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നന്നായി ഉറച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ബലം വേണം. കുഞ്ഞുകളിയല്ല. കഴിഞ്ഞ ദിവസം കർത്താനദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കാലാളിനോടുകൂടെ ഓടുമ്പം ക്ഷീണിച്ചു പോകുന്ന അനുഭവം കുഞ്ഞു പ്രശ്നം വരുമ്പം നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ല. വി ആർ ഫ്ലാറ്റ്. ചെറിയ പ്രശ്നം വരുമ്പോൾ, സാധാരണ ഭാഷ പറഞ്ഞൊരു തുമ്മലും പനിയും വന്നാൽ നമ്മൾ തീർന്നു. പിന്നെ എവിടെന്നാ ഒരു ക്യാൻസർ വന്നാൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നേ. പ്രിയമുള്ളവരെ, തുമ്മലിൻ്റെ പനിയുടെ മുമ്പിലല്ല, ക്യാൻസറിൻ്റെ മുമ്പിലല്ല, ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണേ. സ്തോത്രം. അതിൻ്റെ മുമ്പിലല്ല നമ്മൾ പതറുന്നത്. എന്തെങ്കിലും ദൈവം നമ്മുടെ നേരെ കണ്ണു മറച്ചാൽ അവിടെയാണ് നാം പതറേണ്ടത്. എന്നവരെയും ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിൻ്റെ മേൽ ഇരിക്കുന്നുവോ അന്നുവരെയും ശത്രുവിന് അവനെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ, പിശാചിന് അവനെ തോൽപ്പിക്കുവാൻ കഴിയാതെ, അവനെ ചുറ്റും വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉള്ളിടത്തോളം നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. ഈ ധൈര്യം പ്രാപിക്കാൻ കഴിയണം. ഇതെവിടുന്നാ വരുന്നേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ. സ്തോത്രം. അനുഭവം അതിലേക്ക് മടങ്ങാം. വായിച്ച് ഞാൻ നിർത്തുകയാ. സ്തോത്രം. 16. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും, നീതിയുടെ പ്രവൃത്തി സമാധാനവും, നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. നോക്കിക്കേ,
കുഞ്ഞുകളിയല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ എല്ലാ മേഖലകളെയും അത് തൊടും. അത് സമൂലമായ രൂപാന്തരം ഉണ്ടാക്കും. സ്തോത്രം. മേലോട്ടമായിട്ടുള്ള ഉപരിവിപ്ലവമായിട്ടുള്ള ഒരു മാറ്റമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തളങ്ങളിൽ നിന്ന് രൂപാന്തരം ഉണ്ടാക്കും. സ്തോത്രം. നമ്മൾ പലപ്പോഴും കണ്ണുകെട്ട് വിദ്യയാണ്. പലപ്പോഴും പുറത്തു മാത്രമേ ഉള്ളൂ. അകത്തളങ്ങളിൽ ആരാഞ്ഞു ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും നമ്മളിൽ എന്ത് സംഭവിച്ചിട്ടില്ല, പലയിടങ്ങളിലും രൂപാന്തരം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പാപത്തെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചാടി വീഴുന്നേ. അതുകൊണ്ട് ആശകളെ കാണുമ്പോൾ ചാടി വീഴുന്നേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണിന് ഇമ്പമായിട്ടുള്ള എന്തും ആയിക്കൊള്ളട്ടെ, ലെസ്റ്റ് ഓഫ് ദ ഐസ്, കൺമോഹം, ജഡത്തിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നിലും എല്ലാ പാപം അടങ്ങിയിരിക്കുന്നത്. ചാടി വീഴുന്നത് എന്തുകൊണ്ടാ? ഉള്ളത്തിന്റെ ആഴത്തില് പരിശുദ്ധാത്മാവിന് ക്രിയ ചെയ്യാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ചിരുന്ന കാലഘട്ടത്ത് നമുക്ക് ഇതിനോടൊക്കെ ഉണ്ടായിരുന്ന ചിന്താഗതികൾ എത്ര വ്യത്യസ്തമായിരുന്നു. വാട്ട് വാസ് യുവർ വ്യൂ ഓൺ ദ വേൾഡ്? നിങ്ങൾ ലോകത്തെ എങ്ങനെയാ കണ്ടേ? സ്തോത്രം. ലോകത്തിന്റെ മോഹങ്ങളെ എങ്ങനെയാ കണ്ടേ? പൗലോസ് പറഞ്ഞതുപോലെ ഇതൊക്കെ ചപ്പാണെന്ന് തന്നെ ഒരു കാലഘട്ടം നമുക്കില്ലേ? ഇപ്പോഴും ഒത്തിരി ഒന്നും മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് മാറ്റം നമ്മൾ വന്നിട്ടുണ്ട്. വി ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ്. നമ്മൾ ലോകത്തെ മുഴുവനെടുത്ത് മേത്ത് വെക്കുന്നില്ലെങ്കിലും, ജീവിതത്തിൽ വെക്കുന്നില്ലെങ്കിലും, ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടില് വളരെ ശക്തമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാലേ ഞാൻ ആരാകത്തുള്ളൂ? നിങ്ങൾക്ക് പിതാവാകത്തുള്ളൂ. എന്നാലേ നിങ്ങൾ എനിക്ക് പുത്രന്മാരാകത്തുള്ളൂ, പുത്രിമാരാകത്തുള്ളൂ. അല്ലാതെ ഇത് കുഞ്ഞുകളിയല്ല. സ്വത്രം വരുത്തി തീർത്തുകൊണ്ടല്ല, പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോട് കന്നഡ സർവീസിൽ ഞങ്ങൾ പറയുമായിരുന്നു, നമ്മൾ പലപ്പോഴും വി ആർ നോട്ട് ടച്ചിങ് സിൻ. നമ്മൾ ഒരിക്കലും പാപത്തെ തൊടുന്നില്ല, നമ്മൾ പാപം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? പാപത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക. ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞത്, നമ്മളാരെയും പ്രേമിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എപ്പോൾ നോക്കിയാലും നമ്മുടെ റീൽസിനകത്തും നമ്മുടെ ഫോണിനകത്തും പ്രണയഗാനങ്ങളാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ എന്നാ ഉണ്ടാവും? 10 പാട്ട് കേട്ട് കഴിയുമ്പം നമുക്ക് തോന്നി, അയ്യോ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് തോന്നും. അത് പാപത്തിൻ്റെ പ്രത്യേകതയാ. സ്തോത്രം. അപ്പം നീ എന്നാ ചെയ്യണം? നിന്റെ ഫോണിനകത്തും നിന്റെ കേൾവിക്കകത്തും ഇതിനെ എടുത്ത് മാറ്റി ദൂരെ എറിഞ്ഞിട്ട് കർത്താവിനോടുള്ള സ്നേഹം തുളുമ്പുന്ന നല്ല പാട്ടുകൾ നീ കേൾക്കാൻ തുടങ്ങണം. നീ ഇത് കൂടെ വെച്ചോണ്ടിരുന്നിട്ട് ഞാൻ പ്രേമിക്കുന്നില്ലെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. സ്തോത്രം. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും. ദൈവത്തിന് സ്തോത്രം. ഉണ്ടോ എൻ്റെ കൂടെ? അതുകൊണ്ട് എന്തേ കേൾക്കാവുള്ളൂ? അതുകൊണ്ട് അപ്പച്ചനും ആരെയും അമ്മച്ചിമാരെയും ഒക്കെ പറഞ്ഞു തന്നെ എന്തേ കേൾക്കാവുള്ളൂ? നല്ല ഭക്തിഗാനങ്ങളെ കേൾക്കാവുള്ളൂ. കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടേ കേൾക്കാവുള്ളൂ. ദൈവമക്കളുടെ ഭവനത്തിലാണെങ്കിലും ഡിവൈസസിലാണെങ്കിലും. സ്തോത്രം. ജോയൽ സ്തോത്രം. ഭക്തിയുള്ളതേ കേൾക്കാവൂ. കാരണം അത് ഭക്തി വർദ്ധിപ്പിക്കും. ലോകത്തിൻ്റെ കേട്ടോണ്ടിരുന്നാൽ ലോകത്തെ വർദ്ധിപ്പിക്കും. ലോകത്തോടുള്ള ചിന്ത, ആസക്തി നമ്മളിൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് വേർപെട്ടിരിക്കാൻ, ആത്മനിറവ് പ്രാപിച്ച് ജീവിക്കുവാൻ, ചിന്തയുള്ളവരായിരിക്കാൻ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് സമർപ്പിക്കാൻ പ്രിയമുള്ളവർ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ചിന്ത. ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയെങ്കിലും 3 കാര്യത്തിൽ ഞാൻ നിർത്തുക. ഒന്ന്, ചിന്തയുള്ളവരായിരിക്കാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പ്ലാനും പദ്ധതിയും ചിന്തയുള്ളവരായിട്ടിരിക്കാം. 2, പ്രാർത്ഥിക്കുന്നവരായിട്ടിരിക്കാം. സ്തോത്രം. 3, അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്താൻ പഠിക്കാം. സ്തോത്രം. ഞാൻ കർത്താവിനെ സേവിക്കേണ്ട ഒരു ദുഷ്ടന്മാരെ നിങ്ങൾ എന്നെ വിട്ട് പോകുവീൻ എന്ന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. പറ്റുമോ? ക്യാൻ യു കീപ് ദം അവേ? ക്യാൻ യു സേ ഐ വിൽ നോട്ട് ടച്ച് ദിസ്, ഗോ അവേ ഫ്രം മീ? പറയാൻ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അത് പല കാര്യങ്ങളിലൂടെ കടന്നു വരും. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നാം എഴുന്നേറ്റ് നിൽക്കുന്ന വേളയിൽ നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം. പല വേളകളിൽ പല രീതികളിൽ പിശാച് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. ചില സമയത്ത് ചില പഠിത്തങ്ങളിലൂടെ, ചില സമയത്ത് ചില ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ കൂടെ,
ചില സമയത്ത് ചില അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസിലൂടെ, ചില സമയത്ത് വിവാഹങ്ങളിലൂടെ, ചില സമയത്ത് വിഗ്രഹാർപ്പിതങ്ങളിലൂടെ. നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ ആലയത്തിന് ബിലെയാമിനോട് എന്ത് സംബന്ധം? വി ഡു നോട്ട് ഹാവ് എനി കമ്മ്യൂണിയൻ വിത്ത് സംതിങ്. നമുക്ക് ചിലതിനോടൊന്നും എന്തില്ല? കൂട്ടായ്മയില്ല. സ്തോത്രം. കൂട്ടായ്മ ഉണ്ടാകരുത്. ആ കൂട്ടായ്മകൾ എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് പറ, കർത്താവേ, അങ്ങയോടെ എനിക്ക് കൂട്ടായ്മ. അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന എനിക്ക് ലോകത്തോടല്ല കൂട്ടായ്മ, പാപത്തോടല്ല കൂട്ടായ്മ, കൂട്ടുകാരോടല്ല കൂട്ടായ്മ, ബന്ധുക്കളുടെ ഇഷ്ടത്തോടല്ല കൂട്ടായ്മ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് കൂട്ടായ്മയുള്ളത് എൻ്റെ പ്രാണപ്രിയനായ കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമാ. അതാ എനിക്ക് ജീവൻ, അതാ എനിക്ക് നിത്യജീവൻ. അതിന് വിരോധമായി കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഇന്ന് പകൽക്കാലം സ്വർഗമേ അവിടെ നിന്നോട് ക്ഷമിക്കണമേ എന്ന ദൈവസന്നിധിയിൽ പറഞ്ഞ് ആമേൻ സ്തോത്രം ജീവിതത്തെക്കുറിച്ച് ചിന്തയുള്ളവരായി നമ്മെ സമർപ്പിക്കാം.